أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശബ്ദത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഇതരമത ആദർശ ബന്ധുക്കളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ വെള്ളൂർ പ്രദേശത്ത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നാടിൻ്റെ വിവിധ ദിക്കുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർഭയത്വം തൗഹീദിലൂടെ എന്ന എക്കാലഘട്ടത്തിലും പ്രസക്തമായി നിൽക്കുന്നൊരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ വളച്ചുകെട്ടില്ലാതെ ജനങ്ങളിലേക്ക് പഠിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ വ്യത്യസ്ത പ്രദേശങ്ങളിലായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹ്ലുസുന്ന ആദർശ പ്രയാണം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാർ ഇന്ന് മുൻപന്തിയിലുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള ആദർശ പ്രയാണങ്ങളും ഇതുപോലെയുള്ള മണ്ഡലം സമ്മേളനങ്ങളും പൊതുവേദികളും തസ്ബീഹകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ഭൗതികമായ യാതൊരു താല്പര്യവും ഇതിൻ്റെ പിന്നിലില്ല എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ കൂടിയിരിക്കുന്ന ആളുകളുടെ തലയെണ്ണി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ ചെന്ന് ഞങ്ങളും കക്ഷി ചേരാനുണ്ട് എന്ന് അവകാശവാദം ഉന്നയിച്ചല്ലെങ്കിൽ വാദിക്കാനോ തർക്കിക്കാനോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീന് സച്ചരിതരായ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് എങ്ങനെ കേട്ടോ, എങ്ങനെ മനസ്സിലാക്കിയോ, ആ ഖുർആനിനെയും സുന്നത്തിനെയും അവർ ഉൾക്കൊണ്ടതുപോലെ തന്നെ ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. ഭൗതികമായ യാതൊരു താല്പര്യത്തിന്റെയും പിന്നാലെയല്ല എന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീന് പറയുന്നിടത്ത് ഇന്ന് ആരെയും മുഖം നോക്കേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഈ ദൗത്യ നിർവഹണം, അതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രോഗ്രാമുകൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീന് യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ
വരാനിരിക്കുന്ന മരണാനന്തര ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തരുത് എന്നതാണ് ഇതുപോലെയുള്ള സംസാരങ്ങളുടെ ആകത്തുക. മരണം നമ്മളെ കാത്തിരിക്കുന്നു. അത് പെട്ടെന്നൊരു ദിവസം പെടുന്നനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മരണം നമ്മളിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന മനുഷ്യൻ മുസ്ലിമായി യാത്രയാവണം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി താല്പര്യം കാണിക്കുന്നു, ഓടുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. പക്ഷേ ആഖിറത്തിന്റെ കാര്യം വരുമ്പോൾ, പരലോകത്തിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും സംഘടനയുടെയും സംഘടനാ പക്ഷപാതിത്വങ്ങളുടെയും പിന്നാലെ കൂടി ആദർശത്തെ മറന്നുപോകുന്ന സാഹചര്യങ്ങൾ ചില മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗവും വ്യക്തതയോടെ സ്വീകരിക്കണമെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാടുകളിൽ കക്ഷിത്വങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഉമ്മത്ത് തന്നെ, മുസ്ലിം ഉമ്മത്ത് തന്നെ ഒരുപാട് കക്ഷികളായി ഭിന്നിക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. ലോകത്ത് യഹൂദികളും നസ്വാറാക്കളും 72 കക്ഷികളായി ഭിന്നിച്ചിരിക്കുന്നു. എന്നാൽ ഫസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. യഹൂദി നസ്വാറാക്കൾ 72 ആണെങ്കിൽ എന്റെ ഉമ്മത്ത് 73 ആകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന് എണ്ണത്തിൽ കൂടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അതിലെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗമൊഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. സ്വഹാബത്ത് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വമാ ഹിയ തിൽക്കൽ ഫിർഖ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷി ആരാണ്? ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമോ എന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരല്ല, മറിച്ച് ഒരു ആദർശത്തെ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത്. അത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നത്തെ ദിവസം ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് അതേ മാർഗത്തിൽ മരിക്കുന്നത് വരെ നിലകൊള്ളുന്നവർ ആരാണോ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തും അന്നത്തെ കാലത്ത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കൈമാറി തന്ന ആ ഖുർആനിനെയും സുന്നത്തിനെയും അവർ മുറുകെ പിടിച്ച് ജീവിച്ചതുപോലെ ആരാണോ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത്, ആ സുന്നത്തിനെയും സ്വഹാബത്തിനെയും പിൻപറ്റി ജീവിക്കുന്നവർ ആരാണോ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാവണം നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളുമെല്ലാം നാം കെട്ടിപ്പടുക്കേണ്ടത്. എല്ലാ മേഖലകളും നാം ക്രമീകരിച്ച് ശുദ്ധീകരിച്ച് പോകേണ്ട മുഴുവൻ മേഖലകളും ഈ ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാവണം. അത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്നത്തെ ദിവസം ഞാനും എന്റെ സ്വഹാബത്തും
എന്തൊരു കാര്യമാണോ അല്ലെങ്കിൽ ഏതൊരു മാർഗമാണോ സ്വീകരിക്കുന്നത്, ആ മാർഗം മരിക്കുന്നതുവരെ ആരാണോ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നത് അവരാണ് വിജയികൾ, അവരാണ് രക്ഷപ്പെടുന്ന ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ വിശ്വാസരംഗം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വിശ്വാസരംഗത്ത് നമുക്ക് തകരാറുകളില്ല എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് സമാധാനിക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ഇവിടെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിൽ, അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടതാണ്, അദ്ദേഹം വിശദമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചതാണ്, തൗഹീദാണ് ദീനിന്റെ മർമ്മപ്രധാനമായ ഭാഗം. അവിടെ ഒരാൾക്ക് പിഴച്ചാൽ, അവിടെ ഒരാൾക്ക് തകരാറു പറ്റിക്കഴിഞ്ഞാൽ അവന്റെ ആഖിറം നഷ്ടത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റെല്ലാ കാര്യങ്ങളുണ്ടായിട്ട്, അമലുകൾ ഉണ്ടായിട്ട് കാര്യമല്ല. ഒരാൾക്ക് തൗഹീദിൽ പിഴവ് സംഭവിച്ചാൽ, വിശ്വാസരംഗത്ത് തകരാറു പറ്റിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ അമല് കൊണ്ടൊരു പ്രയോജനവും നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആരാണ് അള്ളാഹു എന്ന് ആദ്യം ഉൾക്കൊള്ളേണ്ട ഒരു മേഖല ഏതാണ്? ഇവിടെ വിശദീകരിച്ചതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്നാലും സൃഷ്ടാവായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ വിവരിക്കുന്നത് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 21-22 വചനങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പഠിപ്പിച്ച വാക്കാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ആരാണ് രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണവൻ. സഹോദരങ്ങളെ, നമ്മൾ ആരുമല്ലായിരുന്നു, നമ്മൾ ഒന്നുമല്ലാത്തതിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച, സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവില്ലേ, ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ല കൽപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ക്രൂരനായ ഭരണാധികാരി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൽപ്പന വരുമ്പോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ക്രൂരനാണ്, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചിരുന്ന വ്യക്തിയാണ്. ആ ഫിർഔനിനോട് ചെന്നിട്ട് പറയുന്ന വാചകം ഇതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിങ്ങനെ പരിചയപ്പെടുത്തുമ്പോ ഫറോവയുടെ ചോദ്യമുണ്ട്, മൂസാ, നീ പറയുന്ന റബ്ബാരാണ് മൂസാ? വമൻ റബ്ബുക്കുമായ മൂസാ, നീ പറയുന്ന റബ്ബാരാണെന്ന് ചോദിക്കുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഖുർആനിൽ വ്യക്തമായി നമുക്ക് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് ഖുർആനിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന മൂസാ നബി പറഞ്ഞതായി, ആരാണ് റബ്ബ് എന്ന് ചോദിക്കുമ്പോ, റബ്ബുനല്ലദീ, ഫിർഔനെ, എന്റെയും നിന്റെയും റബ്ബ്, നമ്മുടെ റബ്ബ്. അല്ലദീ, അവൻ ആരാണെന്നറിയുമോ? അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ല പഠിപ്പിക്കുന്ന വാക്കാണ്. എന്താ പഠിപ്പിച്ചത്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെക്കുകയും ചെയ്ത ലോകത്തിന്റെ രക്ഷിതാവ്, അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അതിനെ വ്യക്തമായ നിലക്ക് ക്രമീകരിക്കുകയും ചെയ്ത ലോകത്തിന്റെ രക്ഷിതാവ് അവനാണ് ഫിർഔനെ, എന്റെയും നിന്റെയും റബ്ബവനാണ്, ലോകത്തിന്റെ രക്ഷിതാവ് അവനാണ്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയോട് കൽപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ,
അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കുകയും അറിയുകയും ചെയ്യുക. ആ റബ്ബിനെ ആരാധിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയുന്നവരായി മാറണം. നോക്കൂ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞല്ലോ, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ആയിരക്കണക്കിന് വരുന്ന ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ ഉമ്മയുടെ ഗർഭപാത്രവുമായി ചേർത്ത് വെച്ച രക്ഷിതാവാരോ അവനാണ് മനുഷ്യ, നിന്റെ രക്ഷിതാവ് അവനാണ് അല്ലാഹ്. ആ റബ്ബിനെയാണ് നീ ആരാധിക്കേണ്ടത്. അതേ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ഇവിടെ 40 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനോട് ചോദിക്കാം, 42 കൊല്ലം മുമ്പ് നീ എവിടെയായിരുന്നു? 42 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു എന്ന് 40കാരനോട് ചോദിച്ചാൽ അഡ്രസ് ഇല്ല, ഐഡന്റിറ്റി ഇല്ല, ഒരു വ്യക്തമായൊരു അഡ്രസ് പറയാനില്ലെങ്കിൽ നമ്മൾ ആരുമല്ലായിരുന്നു. ഒന്നുമല്ലാത്തതിൽ നിന്നാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, അല്ലേ? നമുക്കൊരു അഡ്രസ് ഇല്ല. പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നമുക്ക് കാണാം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, ഒരു ഇന്ദ്രിയത്തുള്ളി പോലും ആയിരുന്നില്ലാത്തൊരു കാലഘട്ടം നിനക്ക് കടന്നുപോയിട്ടില്ലേ? ഒരു ബീജഗണം പോലും ആയിരുന്നില്ലാത്തൊരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിന്റെ 1-ാമത്തെ വചനത്തിലുള്ള ചോദിക്കുന്ന ചോദ്യമാണ്. ആ റഹ്മാനായ റബ്ബ് മനുഷ്യനോട് ചോദിക്കുന്നത് അതാണെങ്കിൽ ആ റബ്ബിനെ മനുഷ്യൻ അറിയണ്ടേ? ആ റബ്ബിനെ മനുഷ്യൻ പഠിക്കണ്ടേ? പ്രിയമുള്ളവരെ, അള്ളാഹു തന്ന വെള്ളം കുടിച്ച്, റബ്ബ് തന്ന വായു ശ്വസിച്ച്, അള്ളാഹു തന്ന സകല അനുഗ്രഹങ്ങളെയും ആസ്വദിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച റബ്ബിനെ അറിഞ്ഞില്ലെങ്കിൽ, അവനെ ആരാധിക്കേണ്ട രൂപത്തിൽ ആരാധിച്ചിട്ടില്ലെങ്കിൽ, അവനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതിനേക്കാൾ വലിയ നന്ദികേട് ഭൂമി ലോകത്ത് വേറെ ഏതാണ്? പ്രിയമുള്ളവരെ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം നമുക്ക് കാണാം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് രൂപം നൽകിയ ഘട്ടങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാത്ത്. ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിയായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഭദ്രമായ സ്ഥലത്ത് നിന്നെ സംവിധാനിച്ച നിന്റെ രക്ഷിതാവാരാണോ? ആ രക്ഷിതാവിനെ നിങ്ങൾ അറിയണം, ആ സൃഷ്ടാവിനെ നിങ്ങൾ അറിയണം. ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ 3-ാമത്തെ അറയിൽ ഭദ്രമായ നിലക്ക് നിന്നെ സംവിധാനിച്ച നിന്റെ രക്ഷിതാവില്ലേ? അതേ, ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന രട്ടയെപ്പോലെ വെറും ഒരു രക്തക്കട്ടയായി രൂപപ്പെട്ട മനുഷ്യൻ ആ രക്തക്കട്ടയെ മാംസപിണ്ഡമാക്കി രൂപപ്പെടുത്തി. ആ മാംസപിണ്ഡത്തിന്റെ മുകളിൽ എല്ലുകൊണ്ട് പൊതിഞ്ഞ്, ആ എല്ലിന്റെ മുകളിൽ വീണ്ടും മാംസം കൊണ്ട് ആവരണം ചെയ്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സുന്ദരനായൊരു കുഞ്ഞായി നിന്നെ രൂപപ്പെടുത്തിയ നിന്റെ രക്ഷിതാവില്ലേ? ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പാർശ്വാലിറ്റി ഇല്ലാതെ, വേർതിരിവുകളില്ലാതെ മനുഷ്യരുടെ സൃഷ്ടാവിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിലക്ക് നമുക്ക് വിവരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖാലിഖായ റബ്ബ്, ആ റബ്ബിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഇവിടെ ഭൂമിയെയും ആകാശങ്ങളെയും ഇവിടെയുള്ള സകലതിനെയും നമുക്ക് വേണ്ടി സംവിധാനിച്ചവനാണ് ആ റബ്ബ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു മെത്തയെന്നോണം, ഒരു വിരിപ്പെന്നോണം ആക്കി തന്നവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനാണവൻ. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മഴയിറക്കി തന്നവനാണവൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തിനാണ് ആ മഴ നിങ്ങൾക്ക് നൽകിയതെന്നറിയുമോ? ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, മനുഷ്യന് വേണ്ട ഉപജീവനത്തെ വ്യക്തമായ നിലക്ക് ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിക്കാൻ
അല്ലെങ്കിൽ വിത്തുകൾ മുളപ്പിക്കാൻ ആകാശത്ത് നിന്നും മഴ നൽകിയവനാണവൻ. എല്ലാം തന്നതല്ലയാണ്. ഇത് മക്കത്തെ മുശ്രിക്കും അംഗീകരിച്ചതാണ്. അന്നം നൽകുന്നതാരാ? വെള്ളം നൽകുന്നതാരാ? വായു നൽകുന്നതാരാ? നിന്നെ സൃഷ്ടിച്ചവനാരാ? നിനക്ക് കേൾവിശക്തി നൽകിയവനാരാ? ആകാശങ്ങളെ സൃഷ്ടിച്ചവനാരാണ്? ഭൂമിയെ സൃഷ്ടിച്ചവരാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോ മക്കയിലെ മുശ്രിക്കിന്റെ മറുപടിയും ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹുവാണെന്നവരെല്ലാവരും അംഗീകരിച്ചതാണ്. ഇന്ന് മുസ്ലിം സമുദായവും അംഗീകരിക്കുന്നു. ഇവിടെയുള്ള എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന്, ഇതിന്റെ പിന്നിൽ ഒരു സംവിധായകനുണ്ടെന്ന്, വ്യക്തമായി ഇതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു രക്ഷിതാവുണ്ടെന്ന്. ഇല്ലേ? പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്നവൻ ഞാനാണ്. എങ്കിൽ അല്ലാഹു ഒരു നിബന്ധന വെക്കുകയാണ്. ആ നിബന്ധന എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ ആ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാം നിങ്ങൾക്കൊരുക്കി തന്നത് റബ്ബാണെന്നല്ല പഠിപ്പിച്ചിട്ട് അല്ല പറഞ്ഞ വാക്ക് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കരുത്, ഇടയാളന്മാരെ ഉണ്ടാക്കരുത് കേട്ടോ. അല്ലാഹ്ക്ക് നിങ്ങൾ ഇടയാളന്മാരെ ഉണ്ടാക്കരുത്, പങ്കാളികളെ ഉണ്ടാക്കരുത്. അല്ലാഹുവിനെ എല്ലാ കാര്യത്തിലും ഏകനാക്കണം. അവന്റെ അസ്മാകളിൽ, അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ, അവന്റെ സിഫത്തുകളിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒന്നിലും നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ നിങ്ങൾ ഉണ്ടാക്കരുത്, ഇടയാളന്മാരെ നിങ്ങൾ വെക്കരുതെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് പരിശുദ്ധ ഖുർആനിലില്ലേ പ്രിയമുള്ളവരെ? ഈ ഒരു ആദർശമാണ് അതേ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അവിടെ നിന്നിങ്ങോട്ട് പോരുമ്പോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ എടുത്തു പഠിപ്പിക്കുന്നത് കാണാം. എല്ലാ നബിമാരും ഇത് പഠിപ്പിക്കാൻ വന്നതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനത്തിന്റെ വഴി കാണിക്കുന്ന ആദർശം ഇതാണ്. നിർഭയത്വം നൽകുന്ന ഒരാദർശം ഇതാണ്. അതേ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ നന്മയുടെ വഴിയിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിന്റെ മേഖല ഇതാണ്. ഈ ആദർശം പഠിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതേ ആദർശമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, അതേ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംവിധാനത്തിലൂടെ ഈ ജനങ്ങളോട് ആവർത്തിച്ചാവർത്തിച്ച് ജനങ്ങളോട് പറയാനുള്ളതും അതാണ്. ലോകത്ത് ഇതിന്റെ പേരിൽ കക്ഷികളായി ഭിന്നിച്ചവരുണ്ട്. ഇതിന്റെ പേരിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകളായി മാറി നിൽക്കുന്നവരുണ്ട്. അതേ തിരിച്ചു വരാനുള്ള പരിഹാരത്തിന്റെ മാർഗം ഞാൻ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ. അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബത്തും ഇന്നത്തെ ദിവസം ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗമാണ്, അതിലേക്ക് മടങ്ങലാണ് പരിഹാരം. അത് ഖുർആനാണ്, അത് സുന്നത്താണ്. സ്വഹാബത്ത് അതിനെ ഉൾക്കൊണ്ട പോലെ ഉൾക്കൊണ്ട് ജീവിക്കലാണ്. പരിശുദ്ധ ഖുർആനിലൂടെയുള്ള പ്രവാചകന്മാരുടെ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ വചനത്തിലുള്ള പറയുന്ന വാചകം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹു പറയാണ്, ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കുവീൻ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി, എന്ന് ബോധനം ചെയ്യാൻ വേണ്ടിയാണ്. അതേ നിനക്ക് മുമ്പ് ഉള്ള എല്ലാ പ്രവാചകന്മാരെയും നാം അയച്ചത് അതിനു വേണ്ടിയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനു വേണ്ടിയല്ലാതെ ഒരു ദൂതന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതെ, അതവിടെ നിർത്തിയില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 36-ലും അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ.
തീർച്ചയായും ഓരോ സമുദായത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നു. എല്ലാ സമൂഹത്തിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പ്രവാചകന്മാർ വന്നത്? അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ താഗൂത്തിനെ വെടിയണം. അതായത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ബഹുദൈവങ്ങളെ നിങ്ങൾ വെടിയണം എന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞയച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. ഓരോ നബിമാരുടെ സംഭവങ്ങളും അല്ലാഹു ചരിത്രങ്ങളിൽ പഠിപ്പിക്കുന്നിടത്ത് അവരയച്ചതിന്റെ ലക്ഷ്യം അല്ലാഹു ഓരോ ആയത്തുകളിലും അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, 2-3 ഉദാഹരണങ്ങൾ പറയാം. പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 23-ാമത്തെ വചനത്തിലല്ല പഠിപ്പിക്കുന്നത്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്കല്ല പറഞ്ഞയച്ചു. എന്തിനാണ്? ഫഖാല യാ ഖൗം, ആ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ജനങ്ങളെ വിളിച്ചു പറഞ്ഞത്, അഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം കേട്ടോ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവിന് പുറമെ മറ്റൊരാളെയും നിങ്ങൾ ഇടയാളന്മാരായി മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കുന്നില്ലേ എന്ന് ഖുർആനിന്റെ ചോദ്യമാണ്. നൂഹ് നബിയോട് നിർത്തിയോ? ഇല്ല. വഇലാ ആദിൻ നഖാഹും ഹൂദാ, ആദ് സമൂഹത്തിലേക്ക് അല്ലാഹു ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്. ഖാല യാ ഖൗം, ഏ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, അല്ലാഹുവിന് പുറമെ മറ്റൊരാളെയും നിങ്ങൾ ഇലാഹായി സ്വീകരിക്കരുതെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ഒരു ആദർശം ജനങ്ങളെ പഠിപ്പിക്കാനാണ് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്, അല്ലേ? ഇനിയും കാണാം, ഇലാ സമൂദ അഖാഹും സ്വാലിഹാ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ല പറഞ്ഞയച്ചു സമൂദ് ഗോത്രത്തിലേക്കല്ല പറഞ്ഞേക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതേ ആദർശം പഠിപ്പിക്കാൻ. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എല്ലാ രംഗങ്ങളിലും നമുക്ക് കാണാം എല്ലാ പ്രവാചകന്മാരും കാതലായി ജനങ്ങളോട് പറഞ്ഞ ഒരു ആദർശം ഇതാണ്. ഇതിനാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്, അല്ലേ? ഈ ഒരു ആദർശം ഇങ്ങനെ കെട്ടിപ്പടുത്ത് പോരുന്നിടത്ത് സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിം സമൂഹത്തിൽ പോലും, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആദർശമായി പ്രഖ്യാപിച്ചു എന്ന് അവകാശപ്പെടുന്നവരിൽ പോലും ഇതിൽ അപാകത വന്നിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പിഴവുണ്ട് എന്ന് പറയാൻ സഹോദരങ്ങളെ ഈ ഒരു സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ആയത്തുകളും ഹദീസുകളൊക്കെ വളച്ചൊടിച്ച് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, അല്ലെങ്കിൽ ഈ തൗഹീദിൽ നിന്ന് ജനങ്ങളെ പിറകിലേക്ക് വലിക്കുന്ന പല സംസാരങ്ങളും പല ശൈലികളും നമ്മുടെ നാടുകളിൽ ഇന്ന് കാണാൻ സാധിക്കും, അല്ലേ? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന, അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരിലേക്ക്, തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്കൊക്കെ മനുഷ്യരെ കൊണ്ടുപോകുന്ന വളരെ അപകടകരമായ അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആദർശം ജനങ്ങളോട് വളച്ചുകെട്ടില്ലാതെ പറയണം, സത്യം സത്യമായി തുറന്നു പറയണം. അത് പറയാനാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള വേദികൾ നമ്മൾ ഒരുക്കുന്നത്. ഇത് ഒരു വാക്കേറ്റത്തിന്റെ വേദിയല്ല, ആരോടെങ്കിലും ദേഷ്യം തീർക്കലോ ഏതെങ്കിലും സംഘടനകളെ തകർക്കലോ ഒന്നും ഇതിന്റെ ലക്ഷ്യമല്ല. ആളുകളുടെ കൽബിലേക്ക് ഈ ദീനിനെ വളച്ചുകെട്ടില്ലാതെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിന്റെ വിഷയം, ഒന്നാമതായി തൗഹീദിന്റെ വിഷയത്തിൽ പിഴവ് സംഭവിച്ച മേഖലകളെ നമ്മൾ തിരുത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹ്ക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഖണ്ഡിതമായി ഇവിടെ ഉദ്ഘാടന സംസാരത്തിലൂടെ വിശദമായി വിശദീകരിച്ചു, അല്ലേ? എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവർ ആരാധിച്ചുകൂടാ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്ന ശൈലി ഇന്ന് നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ
റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തമായ ശൈലികൾ നമുക്ക് കാണാം. പരിശുദ്ധ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാം, പ്രാർത്ഥന എന്നത് അത് ആരാധന തന്നെയാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, അത് ആരാധനയാണ്. എന്നിട്ട് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലത്താണ് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് പ്രാർത്ഥനകൾ അല്ലാഹു അല്ലാത്ത വ്യക്തികളുടെ മുന്നിൽ, വസ്തുക്കളുടെ മുന്നിൽ, ശക്തികളുടെ മുന്നിൽ, കെട്ടി ഉയർത്തിയ ഖബറുകളുടെ മുന്നിൽ, അല്ലാഹു അല്ലാത്ത വലിയകളുടെ മുന്നിലൊക്കെ തന്റെ കാര്യങ്ങൾ, തന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ശൈലികൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇത് ദീനല്ല, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല, അതിന് അഹ്ലുസുന്നയുമായി യാതൊരു ബന്ധവുമില്ല. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ നമുക്ക് കാണാം, അല്ലേ? ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവോട് ചോദിക്ക്. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ സഹായം തേടുകയാണോ, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടണേ. പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വ്യക്തമായി നമ്മൾ വായിക്കുന്ന, നമ്മൾ കണ്ട ഹദീസുകളും ആയത്തുകളും ഇങ്ങനെയാണെങ്കിൽ, പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ പല പേരുകളിലും, മദ്ഹിന്റെ പേരിൽ, അതേപോലെ തന്നെ ഔലിയാക്കളോടുള്ള അമിതമായ ബഹുമാനത്തിന്റെ ഒക്കെ പേരിൽ റബ്ബല്ലാത്തവരിലേക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന ശൈലികൾ നമ്മുടെ നാടുകളിൽ കാണാം, അല്ലേ? ഒരു മാലക്കിതാബ് തുറന്നു വെച്ചാൽ ആ മാല മൗലൂദുകളിൽ നിറക്കപ്പെട്ട പല വരികളും അപകടകരമായ വരികൾ, ഇല്ലേ? ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുത്, ചെല്ലരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ മദ്ഹുണ്ടോ? മദ്ഹുണ്ട്, മദ്ഹ് വേണം, ആ കാര്യത്തിൽ തർക്കമില്ല. അള്ളാന്റെ റസൂലിന്റെ മദ്ഹാണ് ചൊല്ലേണ്ടത്. നമ്മളിവിടെ സ്വലാത്ത് തുടങ്ങിയിട്ടാണ് നമ്മുടെ സംസാരം ആരംഭിച്ചത്, അല്ലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും മദ്ഹ് ചൊല്ലുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ ആ മദ്ഹുകൾ അതിരി കവിയാൻ പാടില്ല. ആ മദ്ഹുകൾ ഒരിക്കലും അതിരി കവിയാൻ പാടില്ല. അതിരി കവിഞ്ഞ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ലാ തുതുറൂനി കമാ അതുറത്തുൻ നസാറാ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതേ ആ നസാറാക്കൾ പാടിപ്പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടിപ്പുകഴ്ത്തരുതേ, നിങ്ങൾ എന്നെ പുകഴ്ത്തരുതെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവിടെ മദ്ഹിന്റെ പേരിൽ പാടി ചൊല്ലി അവസാനം എന്തായി? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദൈവത്തിന്റെ പുത്രൻ എന്ന് വാദിക്കുന്നിടത്തേക്ക് ഒരു സമുദായം പോയെങ്കിൽ അതേപോലെ നിങ്ങൾ ആവരുതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം, അല്ലേ? അതേപോലെ നിങ്ങൾ ആവരുതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ നാടുകളിൽ നിന്ന് മദ്ഹിന്റെ പേരിൽ ചൊല്ലുന്ന ഗ്രന്ഥങ്ങളിൽ സഹോദരങ്ങളെ പച്ചയായ ശിർക്കിന്റെ വരികളാണ്, പച്ചയായ കുഫറിന്റെ വരികളാണ്. ഇത് തെറ്റാണ്, ഇത് ചൊല്ലരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ, മങ്കൂസ് മൗലൂദ് തുറന്നു വെച്ചാൽ, ഷറഫ് അൽ-അനാമിന്റെ കിതാബുകൾ തുറന്നു വെച്ചാൽ അവിടൊക്കെ നമുക്ക് കാണാം ഷറഫ് അൽ-അനാമിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലിപ്പോരുമ്പോ ഈ ഉമ്മത്ത് ഭക്തിയോടുകൂടി ഇരുന്ന് ചൊല്ലുന്ന വരികൾ എന്താ? ഭക്തിയോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഉമ്മമാരൊക്കെ തലയിൽ തട്ടമിട്ട് സമാധാനത്തോടെ നിന്ന് കേൾക്കുന്ന, ഭക്തിയോടെ നിന്ന് കേൾക്കുന്ന ഈ ബൈത്തിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? എന്താ പറഞ്ഞത്? അബ്ദൂക്കൽ മിസ്കീനു യറുജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു.
ആ വരികൾ പഠിപ്പിക്കണത് എന്താ? അബ്ദുക്കൽ മിസ്കീൻ. ആ പദത്തിൽ എന്നെ പിഴവായി. അബ്ദുക്കൽ മിസ്കീനു യർജൂ. നബിയെ, നിങ്ങളുടെ പാവപ്പെട്ട അടിമ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അടിമയാണ്, റസൂലുള്ളാന്റെ അടിമയാണെന്ന പദപ്രയോഗം നമ്മൾ റസൂലുള്ളാന്റെ അടിമയാണോ? സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണെന്ന് ബുദ്ധിയുള്ള എല്ലാവരും, വിശ്വാസികളായ മുഴുവൻ ആളുകളും പറയും. പക്ഷെ അവിടെ തന്നെ പിഴച്ചു. എന്നിട്ട് ആ വരികൾ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് പറയുന്ന വാക്കുകൾ എന്താണ്? ഫഅഗ്സിനി വഅജ്റുനി യാ മുജീറു മിനസ് സഗീർ. നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന നബിയേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, അവലംബമാകണേ നബിയേ, താങ്ങ് നിൽക്കണേ റസൂലേ എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന വരികൾ. ഇത് ഖുർആനിനെതിരാണ്, ഇത് ഹദീസിന് വിരുദ്ധമാണ്, ഇത് സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിന് എതിരാണ്, ഇത് അഹ്ലു സുന്നക്ക് വിരുദ്ധമായ ആദർശമാണ്. ഇത് ദീനല്ല. ഇത് പറഞ്ഞാൽ സഹോദരങ്ങളെ, നാട്ടിലവൻ പുത്തൻവാദിയായി, നാട്ടിലവൻ മോശമായി ചിത്രീകരിക്കപ്പെടലായി, അവൻ കുഴപ്പക്കാരനാണെന്ന് മുദ്രകുത്തലായി. ആക്ഷേപങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളതല്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കൂ, നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയെ എന്ന് വിളിക്കുമ്പോ നമ്മൾ അടിവരയിടേണ്ട ഒരു വാചകമുണ്ട് സഹോദരങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹാനായ റസൂലുള്ളാന്റെ പുന്നാര മകൾ ഫാത്തിമ ബീവിയെ എന്തിഷ്ടമായിരുന്നു റസൂലുള്ളാക്ക്, എന്ത് സ്നേഹമായിരുന്നു റസൂലുള്ളാക്ക് തന്റെ ഫാത്തിമ ബീവിയോട്, തന്റെ മകളോട്. മകള് കയറി വരുമ്പോ യാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമായ മോളെ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കാറുണ്ട്. ഫാത്തിമ ബീവി അടുത്തേക്ക് വിളിക്കുന്നു, അടുത്തേക്ക് വാ മോളെ. നോക്കൂ നിങ്ങൾ, മർഹബം ബിബിനതി, കേറി വാ മോളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് കൊണ്ടുവന്നിരുത്താറുണ്ട്. റസൂലുള്ള ചുംബിക്കാറുണ്ട്. എന്തിഷ്ടമായിരുന്നു ഫാത്തിമ ബീവിയോട്. ആ ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാചകം നമ്മൾ കേട്ടിട്ടില്ലേ ഹദീസുകളിൽ? മോളെ, ഭൂമിയിൽ നിന്ന് ദുനിയാവിൽ നിന്ന് വല്ലതും വേണോ? എന്റെ മോള് ചോദിച്ചോ, മോക്ക് ഞാൻ തരാം. പക്ഷേ അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ നരകത്തിൽ നിന്ന് നിന്റെ തടി നീ തന്നെ കാക്കണേ മോളെ. അന്ന് വാപ്പാക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാവില്ല. നരകത്തിൽ നിന്ന് നിന്റെ തടി നീ തന്നെ കാക്കണേ മോളെ. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരത്ത് പോലും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, ഫാത്തിമ, വാപ്പ യാത്രയാവുകയാണ് മോളെ, വാപ്പാന്റെ വേദന ഇതോടെ തീരുകയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫത്തഖില്ലാഹ്, നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ മോളെ. അല്ലാഹനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മതയോടെ നിന്റെ ജീവിതത്തെ നീ കൊണ്ടുപോകണം മോളെ എന്ന് മകളോട് കൽപ്പിച്ചത് എന്തിനാ? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയാണ് ഈ മാലയിൽ പഠിപ്പിച്ചതുപോലെ എങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറയുന്നത് എന്തായിരുന്നു? മോളെ, നീ പേടിക്കണ്ട, അവിടെ വാപ്പയുണ്ടാകുമെന്നല്ലേ റസൂലുള്ള പഠിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻഖിദീ നഫ്സകി മിനന്നാർ, നിന്റെ തടി മോളെ നരകത്തിൽ നിന്ന് നീ തന്നെ കാക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലും നരകത്തിൽ നിന്ന് കാക്കുന്നത്, നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് സഹോദരങ്ങളെ അത് റബ്ബ് തീരുമാനിക്കുന്നതാണ്. അത് റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണ്. പക്ഷേ മാലപ്പാട്ടുകളിലൂടെ പച്ചയായ ശിർക്കുകൾ, പച്ചയായ കുഫറിന്റെ വാക്കുകൾ ഇരുന്ന് ചൊല്ലുകയാണ് റസൂലിനോട് വിളിച്ചുകൊണ്ട് തേടുന്ന വരികൾ. റസൂലേ, നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നതിൽ ശിർക്കില്ലേ സഹോദരങ്ങളെ? ഇത് തെറ്റല്ലേ സുഹൃത്തുക്കളെ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമല്ലേ ഇത്? ഇനിയും നിങ്ങൾ നോക്കൂ, മങ്കൂസ് മൗലൂദിൽ പഠിപ്പിച്ചത് എന്താ? പച്ചയായ തൗബയാണ്. അല്ലാഹു അല്ലാത്ത
ആളുകളോട് റസൂലുള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന പാപമോചനത്തിന് വേണ്ടി തേടുന്ന വരികളാണ്. അത് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദാദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപത്തിന്റെ വാഹനമാണ് റസൂലേ, പാപത്തിന്റെ കറകൾ പേറി ജീവിക്കുകയാണു ഞാൻ. അള്ളാന്റെ റസൂലേ ഇതാ മടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദി ഖൈറൻ നബി അള്ളാഹുവിന്റെ റസൂലിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തുന്ന രംഗങ്ങൾ, ആ വരികളാണ് ഇവിടെയെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതോ യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങണം. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു, തൗബ ചെയ്യുന്നു എന്നൊക്കെ ഹദീസിൽ കാണുമ്പോ, ഖുർആനിലൂടെ അല്ലാഹ് റബ്ബിലേക്ക് പാപം പൊറുക്കാൻ വേണ്ടി തേടുമ്പോ, പാപം പൊറുക്കുന്നവൻ അല്ലാഹയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ, ആ ഖുർആനിന്റെ ആയത്തുകൾക്കെതിരായി, ഹദീസുകൾക്കെതിരായി അള്ളാഹുവിന്റെ റസൂലിനോട് തേടുന്ന തേട്ടങ്ങൾ, സഹോദരങ്ങളെ, ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇത് ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ഈ കുഫർ, ഈ പറയുന്ന ശിർക്കില്ലേ, ഇത് നമ്മളെ നരകത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിയണം. നയിക്കുന്നതെന്ന് തിരിച്ചറിയണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ നിലക്ക് പഠിപ്പിച്ചു തന്നതാണ്, അല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക്, പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളെടുത്ത് പരിശോധിച്ച് നോക്കി, എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബി, റബ്ബന എന്ന ശൈലിയല്ലാത്തൊരു ദുആ ഖുർആനിലും ഹദീസിലുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ നാട്ടില് ഒരു വയറ്റുനോക്ക് വന്നാൽ തന്നെ അതിന് ജാറങ്ങളിലേക്ക് പോയി അവിടെ തന്റെ കാര്യങ്ങൾ പറയുന്നവരുണ്ട്, അവിടെ തന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നവരുണ്ട്, കെട്ടി ഉയർത്തിയ മക്ബറകളുടെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നവരുണ്ട്. അവിടെ നിന്ന് എനിക്ക് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് ഇവിടെ വിശദീകരിച്ചല്ലോ സഹോദരങ്ങളെ. റബ്ബല്ലാത്തവർ ദുആ കേൾക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സഹോദരങ്ങളെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് റബ്ബല്ലാത്തവരോട് ചോദിച്ചുകൂടാ, പ്രാർത്ഥിച്ചുകൂടാ, ഇസ്തിഗാസ നടത്തിക്കൂടാ എന്ന് ഖുർആൻ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള എന്തുകൊണ്ട് വേണ്ട എന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന്, അള്ളാഹുവാണ് ആരാധനക്കർഹൻ എന്ന തൗഹീദിന്റെ മർമ്മമാണ്. രണ്ടാമത്തത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാഹു അല്ലാത്തവർ ദുആ കേൾക്കുകയില്ല, ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതേപോലെ തന്നെ ഖുർആൻ പഠിപ്പിച്ചു, റബ്ബല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഏറ്റവും വലിയ വഴിപിഴവാണ്, ഏറ്റവും വലിയ വഴിപിഴവാണ് റബ്ബല്ലാത്തവരോടുള്ള ദുആ. പരിശുദ്ധ ഖുർആനിലെ പിന്നെ സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-6 വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനായ റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. അവിടെ അല്ലാഹ് പഠിപ്പിച്ചത് എന്താ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖുർആൻ പഠിപ്പിക്കുകയാണ്, വമൻ അദല്ലു, വഴി പിഴച്ചവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ, ദുആ ചെയ്യുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട്? അല്ലാഹു അല്ലാത്തവരോട്, അതായത് ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട് എന്നാണ് ഖുർആനിന്റെ ചോദ്യം. അപ്പൊ ഏറ്റവും വലിയ വഴിപിഴവ് എന്താ? റബ്ബല്ലാത്തവരോടുള്ള തേട്ടാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ്, റബ്ബല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിക്കലാണ് ഏറ്റവും വലിയ വഴിപിഴവ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചല്ലോ, പിന്നെ
മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവർ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു. ആരാണ് ഈ ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മുടെ നാടുകളിൽ പലപ്പോഴും അത് അസ്നാമുകളാണ്, അത് വിഗ്രഹങ്ങൾ മാത്രം ഉദ്ദേശിച്ചാണെന്ന വ്യാഖ്യാനങ്ങളൊക്കെ പല ആളുകളിൽ നിന്നും കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, അത് അസ്നാമുകളെ ഉദ്ദേശിച്ചാണ്, വിഗ്രഹങ്ങൾ മാത്രമാണ് ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെന്ന് അങ്ങനെ ഒരു തഫ്സീറിൽ ഒരു പദപ്രയോഗം ഉണ്ടോ? ഏതെങ്കിലും ഒരു മുഫസ്സിർ അങ്ങനെ രേഖപ്പെടുത്തി അത് അസ്നാമുകളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, അതിൽ അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഒന്നും പെടൂല എന്നൊരു പദമുണ്ടോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തന്നു. റബ്ബല്ലാത്ത ഒരു ശക്തിയും, റബ്ബല്ലാത്ത ഒരു വ്യക്തിയും, റബ്ബല്ലാത്ത ഒരു വസ്തുവും ദുആ കേൾക്കുകയില്ല, പ്രാർത്ഥനക്കുത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല. ഖുർആൻ നടത്തിയ പദപ്രയോഗം അത് വഴിപിഴവാണെന്ന് മാത്രമല്ല, വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങളുടെ ദുആഇനെ തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചവർ, പ്രാർത്ഥിക്കപ്പെട്ടവർ, അവർ നിങ്ങളുടെ ദുആഇനെ തൊട്ട് അശ്രദ്ധരാണ്, അവർ അശ്രദ്ധരാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിയില്ല. വഇദാ ഹുശിറന്നാസ്, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ഖിയാമത്ത് നാളിൽ, കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ റബ്ബിന്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ, നിങ്ങൾ ചെയ്ത ഇബാദത്തിനെ, നാളെ പരലോകത്ത് നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചുവോ, നിങ്ങൾ ആർക്ക് ബലികർമ്മം നടത്തിയോ, നിങ്ങളുടെ ആരുടെ പേരിലാണോ നിങ്ങൾ നേർച്ച സമർപ്പിച്ചത്, ആ റബ്ബല്ലാത്ത വ്യക്തികൾ, റബ്ബല്ലാത്ത ആളുകളില്ലേ, വസ്തുക്കളില്ലേ, അവർ നാളെ അതിനെ നിഷേധിച്ചു കളയും, അതിനെ നിഷേധിച്ചു കളയും. ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാന്റെ റസൂലിനെ വിളിച്ചു തേടിയവർ, ബദരീങ്ങളെ വിളിച്ചു തേടിയവർ, ഉഹദീങ്ങളെ വിളിച്ചു തേടിയവർ, അതേ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചു തേടിയവരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എതിര് ഈ പ്രവാചകന്മാരും ഈ ഔലിയാക്കന്മാരും ഈ അമ്പിയാക്കന്മാരും ഈ ശുഹദാക്കളുമൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് പറയും, റബ്ബേ, ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നാഥാ, ഇവരോടിങ്ങനെ ഞങ്ങളോട് വിളിച്ചു തേടാൻ വേണ്ടി ഞങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടില്ല റബ്ബേ എന്ന് പ്രവാചകന്മാർ നമുക്കെതിരെ സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തമായി മനസ്സിലാക്കുക, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ ഉപമിക്കുകയാണ് ഖുർആൻ. റബ്ബല്ലാത്തവരോടുള്ള തേട്ടത്തെക്കുറിച്ച് പറഞ്ഞത്, സഹോദരങ്ങളെ, സത്യമായ പ്രാർത്ഥന, ലഹൂ ദഅവത്തുൽ ഹഖ്, സത്യമായ പ്രാർത്ഥന, യഥാർത്ഥമായ പ്രാർത്ഥന, അത് റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ്, റബ്ബിനോട് മാത്രമുള്ള ദുആയാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയില്ലേ, റബ്ബല്ലാത്തവരോടുള്ള തേട്ടമില്ലേ, അതിനെക്കുറിച്ച് ഖുർആൻ പഠിപ്പിച്ച പദപ്രയോഗം എന്താണെന്നറിയുമോ? ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാ ലിയബ്ലഗ ഫാ, വെള്ളത്തിലേക്ക് കൈനീട്ടിയിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ്, വെള്ളത്തിലേക്ക് കൈനീട്ടിയിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെ. കൈ ഇങ്ങനെ വെള്ളത്തിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് വെള്ളം വെള്ളമെന്ന് ചോദിച്ചാൽ വെള്ളം വായിലേക്ക് എത്തുമോ? ഇല്ലല്ലോ. ഇവിടെ ഒരു കിണറുണ്ട് എന്ന് സങ്കല്പിക്കുക, ആ കിണറ്റിന്റെ ചുറ്റിലും വെള്ളം ആവശ്യമുള്ള കുറെ ആളുകൾ വട്ടത്തിൽ നിന്നിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈനീട്ടി ആ കിണറ്റിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് വെള്ളം വെള്ളമെന്ന് ചോദിച്ചാൽ വായിലേക്ക് വെള്ളത്തോ? ഇല്ല എന്നുള്ളത് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ അള്ളാഹ് അങ്ങനെ ഒരു ഉപമ പഠിപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയാണ്, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, റബ്ബല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ പ്രാർത്ഥനയില്ലേ, ഈ തേട്ടമില്ലേ, അതേതുപോലെയാണ് വെള്ളത്തിലേക്ക് കൈനീട്ടിയിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ്. ഇതിലപ്പുറം എന്ത് ഉദാഹരണമാണ് നമുക്ക് വേണ്ടത്? ജീവിതത്തിൽ ഒരു പ്രാരാബ്ധം വരുമ്പോഴേക്ക്, ഒരു പ്രയാസം വരുമ്പോഴേക്ക്, സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യർ ഓടുകയാണ്, അഭയം തേടിക്കൊണ്ട്, സമാധാനം തേടിക്കൊണ്ട്, സ്വസ്ഥത തേടിക്കൊണ്ട് ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക് പോകുന്നവർ, അല്ലാഹു അല്ലാത്ത വലിയകളിലേക്ക്. എന്താണ് നമ്മുടെ നാടുകളിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രചാരണങ്ങൾ? എല്ലാത്തിനും നമുക്ക് CM മടവൂര് മദീന, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും CM ഉണ്ട്. നിങ്ങൾ CM-നോട് ചോദിച്ചാൽ മതി, CM വലിയുല്ലാഹിയോട് ചോദിച്ചാൽ മതി. ഒരു
സഹോദരങ്ങളെ, അള്ളാന്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത പദപ്രയോഗങ്ങൾ അല്ലേ? അവരോട് ചോദിക്കാൻ പഠിപ്പിക്കുന്ന, റബ്ബല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പച്ചക്ക് പറയുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ എത്രത്തോളം നോക്കൂ നിങ്ങൾ, നോളേജ് സിറ്റിയിലെ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞത് ബദരീങ്ങളെ വിളിച്ച് തേടിയത് കൊണ്ടാണെന്ന് പച്ചക്ക് പറയാ. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് പച്ചക്ക് പറയാണ്. എന്നിട്ട് പറയുമ്പോ എന്താ? അതിൽ ശിർക്കില്ല, ഞങ്ങൾ ശിർക്കാണ്, അതിൽ ശിർക്കുണ്ടോ, ഞങ്ങളെ മുശ്രിക്കാക്കാണ് എന്നാ പറയണേ. ഞങ്ങൾ ആരും മുശ്രിക്കാക്കാനല്ല, ഞങ്ങൾ മുശ്രിക്കാകരുത് എന്നാ പറയണേ. ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന പദപ്രയോഗങ്ങൾ, അള്ളാന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന വിശ്വാസങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ പറഞ്ഞ എന്താ പ്രശ്നം എന്നറിയോ? ഓൽക്ക് ഔലിയാക്കന്മാരിൽ വിശ്വാസമല്ല, ഒരു വലിയകളെ വിശ്വസിക്കാത്തവരാണ്, അവർ കറാമത്തിന് അംഗീകരിക്കാത്തവരാണ് എന്നാ പറയാ. ഇസ്ലാമിൽ കറാമത്തും വലിയൊക്കെ ഉണ്ട്. പക്ഷേ ഏതൊരു ഔലിയായിനോടും ഏതൊരു വലിയനോടും തേടണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഖുർആനിലോ ഹദീസിലോ എവിടെങ്കിലും ഉണ്ടോ? തന്റെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും തന്റെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ അവിടെ ചെന്ന് പറയണം. ഖബറുകൾ കെട്ടി ഉയർത്തിയ ഖബറുകളുടെ ഉള്ളിൽ കിടക്കുന്ന ഔലിയാക്കന്മാർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് അങ്ങനെ ഒരു ശൈലി? പരിശുദ്ധ ദീനുൽ ഇസ്ലാം വലിയകളെ കുറിച്ച് വ്യക്തമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അല്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹ്, ആരാണ് റബ്ബിന്റെ വലിയകൾ എന്നുള്ള പഠിപ്പിക്കുകയാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊന്നിനെയും ഭയപ്പെടാത്തവരാണ്, അവർ ദുഃഖിക്കാത്തവരാണ്, ജീവിതത്തെ റബ്ബിലേക്ക് ബരമേൽപ്പിക്കുന്നവരാണ്. വല്ലദീന ആമനൂ, അവർ വിശ്വാസികളാണ്. വകാനൂ യത്തഖൂൻ, തഖ്വയോടുകൂടി മുന്നേറുന്നവരാണവർ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് വലിയകളുടെ നേതാവാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, ഇത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അവർക്കുള്ള പ്രത്യേകതകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് നമ്മൾ കേട്ടതല്ലേ? സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ സ്വാഗതം ചെയ്യുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഒന്നാമൻ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിച്ചത്, നിങ്ങളുടെ കൂട്ടത്തിൽ അതേ സ്വർഗത്തിലെ ഒന്നാമൻ എന്റെ അബൂബക്കറാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് കേട്ടതാണ്. ഇത് ഹദീസിലില്ലേ? ഉണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെയുള്ള വലിയകളും ഔലിയാക്കളും ഒക്കെ കടന്നുപോയിട്ടുണ്ട്. കറാമത്തുകൾ പ്രകടമായ ചരിത്രങ്ങളുണ്ട്. മറിയം ബീവിയുടെ കറാമത്ത് ഖുർആനിലില്ലേ? അള്ളാഹു ഭക്ഷണം നേരിട്ടിറക്കി കൊടുത്തത് അള്ളാഹു ആ വലിയത്തിന് നൽകിയ, ആ ബീവിക്ക് നൽകിയ കറാമത്ത് ഇല്ലേ? ഭക്ഷണം കണ്ടപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലത് എവിടുന്നാ മറിയമേന്ന്. മറിയം ബീവി പറഞ്ഞത് അതേ എന്റെ റബ്ബിൽ നിന്നാണ്. അന്നാലക്കി ഹാദാ, ഇത് എവിടുന്നാ കിട്ടിയതെന്ന് ചോദിച്ചപ്പോ അത് എന്റെ റബ്ബിങ്കൽ നിന്നാണെന്ന് ഖുർആനിൽ തന്നെ വ്യക്തമായ ചരിത്രം വിശദീകരിക്കുന്നു. നമുക്ക് കാണാം അല്ലേ? ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഹദീസുകളിലും ആയത്തുകളിലും ഉള്ളതാണ്. അപ്പൊ വലിയില്ല നമ്മൾ പറയണില്ല, വലിയുണ്ട്. കറാമത്തില്ല എന്ന് പറഞ്ഞ കറാമത്തുണ്ട്. പക്ഷേ ഈ കറാമത്തിന്റെ മറവിൽ, ഈ വലിയന്റെ മറവിൽ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു. അതിന്റെ പിന്നാലെ ആളുകളുടെ വിശ്വാസം ചൂഷണം ചെയ്യപ്പെടുന്നു, ആളുകളുടെ സമ്പത്ത് ചൂഷണം ചെയ്യപ്പെടുന്നു. അതിലേറ്റവും മർമ്മപ്രധാനം വിശ്വാസത്തെ ചൂഷണം ചെയ്യലാണ്. റബ്ബല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി ഇതുപോലെയുള്ള ജാറങ്ങളിലേക്ക് ആളുകളെ ക്ഷണിച്ച് അവിടെ സമ്പത്തുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള വലിയകളെ കറാമത്തിന്റെ കഥകൾ പറഞ്ഞ് അവിടെ ആളുകളുടെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ അറിയണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞല്ലോ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പള്ളിയിൽ മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം നൽകിയ ചരിത്രം ഖുർആനിലുണ്ട് എന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു, ഇല്ലേ? വർഷങ്ങളായി പ്രായമായിട്ടും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനങ്ങളില്ല, മക്കളില്ല. അതിന്റെ വിഷമം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. സക്കരിയ നബി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
ആ പ്രാർത്ഥനയുടെ ഓരോ ഘട്ടങ്ങളും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മറിയം ബീവിക്ക് അല്ലാഹു കറാമത്ത് നൽകിയത് കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കരങ്ങൾ ഉയർത്തിയത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. കറാമത്ത് കാണിച്ചല്ലെങ്കിൽ കറാമത്ത് പ്രകടമായ മറിയം ബീവിയിലേക്ക് കൈകൾ ഉയർത്തിയില്ല. മറിയമേ എനിക്ക് ഭക്ഷണം നൽകണേ മറിയമേ എന്ന്, മറിയമേ എനിക്ക് സന്താനത്തെ നൽകണേ മറിയമേ എന്ന് മറിയം ബീവിയോട് തേടിയില്ല. മറിച്ച് ഖുർആൻ ആ രംഗം വിവരിക്കുന്നത് കാണാം. സൂറത്തു മറിയമിന്റെ 1-ാമത്തെ വചനം മുതലെടുത്ത് പരിശോധിച്ചോ. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك رب شقيا. ഖുർആൻ ആ സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, നിഷ്കളങ്കമായി മടങ്ങിയ സന്ദർഭം. അള്ളാഹുവേ, എന്റെ താടിരോമങ്ങളൊക്കെ നിരച്ചിരിക്കുന്നു റബ്ബേ, എനിക്ക് വാർദ്ധക്യമായിട്ടുണ്ട് റബ്ബേ, എന്റെ മുടിയൊക്കെ നിരയാൽ വെട്ടിത്തിളങ്ങുന്ന മുടിയായിട്ടുണ്ട്, ശരീരത്തിന്റെ ബലം എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി, വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് നാഥ. എന്റെ ഭാര്യ മച്ചിയാണ്, നല്ല കാലത്തവൾ പ്രസവിച്ചിട്ടില്ല റബ്ബേ, ആരോഗ്യമുള്ള സമയത്തവൾ പ്രസവിച്ചിട്ടില്ല നാഥ. അതേ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല റബ്ബേ, ഞാൻ നഷ്ടക്കാരനായിട്ടില്ല നാഥ. അതുകൊണ്ടിതാ ഞാൻ ചോദിക്കുന്നു, യരിസുനീ വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയാ. അല്ലാഹുവേ, എനിക്കൊരു സന്തതിയെ നൽകണേ അല്ലാ, എനിക്കൊരു വാരിസിനെ നീ എനിക്ക് നൽകണേ റബ്ബേ, എന്റെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാരിസിനെ നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വാർദ്ധക്യത്തിലും ഭാര്യയ്ക്ക് പ്രായമായി, അദ്ദേഹത്തിന് അതിനേക്കാൾ പ്രായമായി, എന്നിട്ടും ഒരു കുഞ്ഞിക്കാലിന് അല്ലെങ്കിൽ ഒരു ഭാര്യ ഗർഭം ധരിക്കാനുള്ള ചാൻസുകളിൽ നിന്ന് മനസ്സിലുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടാതെ സന്താനങ്ങളെ നൽകാൻ കഴിയുന്ന റബ്ബിനോട് അതേ ആ വാർദ്ധക്യത്തിലും തേടിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഖുർആനിൽ ഉത്തരമില്ലേ സഹോദരങ്ങളെ? അല്ല മറുപടി നൽകിയിട്ടില്ലേ? യഹ്യ എന്ന സന്താനത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിച്ചത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ചരിത്രങ്ങൾ ഖുർആനിൽ നമുക്ക് വിവരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇത് നമുക്ക് പാഠമല്ലേ? എത്ര വാർദ്ധക്യത്തിലെത്തിയാലും സന്താനത്തെ നൽകാൻ കഴിയുന്നവനല്ലയാണ്. അതുകൊണ്ട് ഖബറുകളിലേക്ക് പോണ്ട, അതുകൊണ്ട് റബ്ബല്ലാത്തവരിലേക്ക് നീ തേടണ്ട, അള്ളാഹു അല്ലാത്തവരിലേക്ക് നിന്റെ കരങ്ങളെ ഉയർത്തണ്ട. ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ ഒരു വ്യാഖ്യാനം പറയാറുണ്ട്, ഞങ്ങൾ അതേ ഖബറിൽ കിടക്കുന്ന മഹാനോ അല്ലെങ്കിൽ ഞങ്ങൾ തേടുന്ന ഈ അമ്പിയാക്കളോ ഔലിയാക്കളോ ഇവരൊന്നും ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഞങ്ങൾ തേടുന്നത്. പിന്നെ പറയാം, ഞങ്ങൾ തേടാറില്ല എന്താ? ഇലാഹാണെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാറില്ല? വിശ്വസിക്കാറില്ല. ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ഇലാഹിനോട് ചെയ്യുന്ന പണി ഖബറിനോട് ചെയ്താൽ ഖബർ ഇലാഹായി, വഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹായി മാറിയെന്ന മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്ഹുർ റബ്ബാനിയൊക്കെ തുറന്നു വായിക്കുന്ന ആളുകൾക്ക് ബോധ്യമാകും. ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചു തന്ന വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിപ്പിച്ച വിശ്വാസം പതറാതെ അതിൽ പിഴവില്ലാതെ അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. പരിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനായ റബ്ബ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് ശിർക്ക് കടന്നു വരുന്ന വഴികളില്ലേ, ഈ പ്രാർത്ഥനയുടെ പേരിൽ, വലിയകളുടെ പേരിൽ, അതേ ഈ പിന്നെ ആളുകളെ അല്ലെങ്കിൽ മഹാന്മാരെ മദ്ഹിന്റെ പേരിൽ ഒക്കെയാണ് ശിർക്ക് വരുന്നത്. സമാനമാണ് ഖബറുകളുടെ പേരിൽ, ഈ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ പേരിൽ. ഖബർ ഇന്ന് ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളാണ്, ഇത് മനസ്സിലാക്കണം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന മിൻ അംവാലിൻ നാസ് ബിൽ ബാത്തിൽ. ജനങ്ങളുടെ സമ്പത്തിനെ അനാവശ്യമായി തിന്നുന്ന പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളിലുണ്ട്. വിശ്വാസത്തിന് ചൂഷണം ചെയ്യും, സമ്പത്തിനും ചൂഷണം ചെയ്യുന്നു എന്നാണ്.
അതുകൊണ്ട് നമ്മൾ അതിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഈ ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചു, ഖബറുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമിന്റെ സമീപനം എന്താവണം? ഖബർ കെട്ടിപ്പൊക്കാൻ പാടുണ്ടോ? ഖബർ കെട്ടി ഉയർത്താൻ ഇസ്ലാമിൽ തെളിവുണ്ടോ? ഇല്ല പ്രിയമുള്ളവരെ, കെട്ടി ഉയർത്തിയ ഖബർ പൊളിക്കാനേ ദീനിൽ തെളിവുള്ളൂ. മനസ്സിലായോ? കെട്ടി ഉയർത്തിയ ഖബർ അത് ബോധ്യപ്പെടുത്തിയിട്ട് കൽബിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പൊളിച്ചു മാറ്റാനാണ് തെളിവുള്ളൂ, അല്ലാതെ ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവില്ല. അള്ളാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്ത്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു, വിരോധിച്ചിരിക്കുന്നു, അയ്യുജസ്സൽ ഖബറു വയുഖഅദ അലൈഹി വയുബ്ന അലൈഹി, ഖബർ കെട്ടിപ്പൊക്കുന്നതിന്, ഖബറിന്റെ മുകളിൽ കുമ്മായമടിക്കുന്നതിന്, ഖബറിന്റെ മുകളിൽ കയറിയിരിക്കുന്നതിന് ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്, വിരോധിച്ചതാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ പറയുന്നതായിരിക്കുന്നറിയോ, അത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതാണ്. അത് അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ ഖബറൊന്നും അതിൽ ഉൾപ്പെടൂല. അത് സാധാരണക്കാരന്റെ ഖബറിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. കെട്ടിപ്പൊക്കാൻ പാടില്ല, ഒരിക്കാൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് സാധാരണക്കാരന്റെ ഖബറിന്. അങ്ങനെ കേട്ടാൽ ഉടനെ അടുത്തൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം. അള്ളാന്റെ റസൂല് വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും പറഞ്ഞ വാക്കെന്താ? ലഅനല്ലാഹു യഹൂദ വന്നസ്വാറ, യഹൂദി നസ്വാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരോട് പ്രത്യേകം വെറുപ്പുണ്ടായിട്ടല്ല, അവരോട് ദേഷ്യമുണ്ടായിട്ടല്ല, അവർ ചെയ്ത പ്രവർത്തനം സഹോദരങ്ങളെ, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി, ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതാണ് പ്രശ്നം. അതുകൊണ്ട് അത്തരം ഒരു ഖബർ കെട്ടിപ്പൊക്കുന്ന ശൈലി ദീനിലില്ല. ഇവിടെ അമ്പിയാക്കന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കിയതിനാണ് ആ രണ്ട് വിഭാഗങ്ങളെ ശപിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിലേക്ക് സഹോദരങ്ങൾ ഈ ഹദീസുകളിലേക്കും ആയത്തുകളിലേക്കും മടങ്ങണം. അതുകൊണ്ട് എല്ലാ നിലക്കും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ എണ്ണി പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് പിഴവ് സംഭവിക്കുന്ന മേഖലകൾ, നമുക്ക് പിഴവ് പറ്റിയ മേഖലകൾ. ബലീകർമ്മം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലീകർമ്മം നിർവഹിക്കുന്നത് ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അനുവദിച്ചതല്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള അറവ് അത് ശിർക്കാണെന്നും അത് ദീനിന് വിരുദ്ധമാണെന്നും ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ആ ഭക്ഷണം തന്നെ, റബ്ബല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട ഭക്ഷണം തന്നെ ഹറാമാണ്, അല്ലേ? ഇത് ഖുർആൻ എടുത്ത് പഠിപ്പിച്ചതല്ലേ? എത്ര വ്യക്തമാണ് ആയത്തുകളിലില്ലേ? നേർച്ച സമർപ്പിക്കുന്നവർ, ബലീകർമ്മം നിർവഹിക്കുന്നവർ സഹോദരങ്ങളെ റബ്ബല്ലാത്തവരുടെ പേരിൽ ചെയ്താൽ അത് ശിർക്കായി മാറി. മന്ത്രിച്ചൂതി കെട്ടുന്ന നൂല്, ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക്, ഒരു പ്രശ്നം വരുമ്പോഴേക്ക് നേരെ ചെല്ലുകയാണ്. എവിടെ? ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് ചെന്ന് മന്ത്രിച്ചൂതി ഒരു നൂല് കെട്ടിയാൽ, ഐക്കല്ല് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ തന്റെ പ്രശ്നം മാറി, പ്രയാസം മാറി എന്ന് വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥ മുസ്ലിം സമൂഹത്തിലില്ലേ? ഇത് തിരുത്തേണ്ടതാണ്, ഇത് ഒഴിവാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനായ റബ്ബ്, അതേ ഹദീസുകളിലൂടെ റഹ്മാനായ റബ്ബ് ബോധ്യപ്പെടുത്തി തന്നതാണ്. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ശരീരത്തിൽ ഐക്കല്ല് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ, മന്ത്രിച്ചൂതി ഒരു നൂല് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനായി മാറി. അവൻ ശിർക്ക് ചെയ്തവനായി മാറി. സഹോദരങ്ങളെ, ഈ ശിർക്കെന്ന് ഒഴിവാകണം, ഈ കുഫ്റൊന്ന് ഒഴിവാകണം. ഈ ശിർക്കും ഈ കുഫ്റും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താ സംഭവിക്കുക? ഒന്ന്, നമ്മുടെ അമലുകൾ ബാത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും പറഞ്ഞത് ലയഹ്ബത്തുന്ന അമലുക, അമലുകളെല്ലാം ബാത്തിലാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും നബിയേ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. എന്താ നഷ്ടം സഹോദരങ്ങളെ? ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരിലാണോ ശിർക്ക് സംഭവിച്ചത്,
ആരാണോ ശിർക്ക് ചെയ്തത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്കുള്ള സ്വർഗം ഹറാമാക്കി. ഫമഅവാഹുമുന്നാർ, അവർ നരകത്തിലായിരിക്കും. ആ ഫമഅവാഹുമുന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ, അവർ നരകത്തിലാണ്. നരകത്തിൽ അവർ ശാശ്വതരായി മാറും. നാളെ റബ്ബിന്റെ കോടതിയിൽ അവരെ സഹായിക്കാൻ ആരും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോ പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ആരോടോ ദേഷ്യം തീർക്കണ പോലെയാണ്. ഒരിക്കലുമല്ല. ഈ ദീന്, ഈ ഖുർആനും ഈ ഹദീസും വ്യക്തമായ നിലക്ക് മുൻഗാമികളായ സലഫുകൾ, മുൻഗാമികളായ സ്വഹാബികൾ സ്വീകരിച്ചതുപോലെ വളച്ചുകെട്ടില്ലാതെ സ്വീകരിച്ചാൽ നമ്മൾ പരലോകത്ത് രക്ഷപ്പെടാം. ദുനിയാവിലും നമുക്ക് സ്വസ്ഥതയും സമാധാനവുമുള്ളൊരു ജീവിതം നയിക്കാം. ആവലാതിപ്പെടൂല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ ഇനി എന്താ ചെയ്യാന്ന് കരുതി ഓടൂല. കാരണം നമ്മുടെ മനസ്സ് മുഴുവനും എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. തവക്കൽ അലല്ലാഹ്, എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഈമാനികമായ വളർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന നേരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച പ്രഖ്യാപനമല്ലേ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബെനിക്കുണ്ട്, ആ റബ്ബ് മതി എനിക്ക്, ഭരമേൽപ്പിക്കാൻ അവൻ എത്രയോ ഉന്നതനാണ്, ആ ഉന്നതനായ റബ്ബ് മതി. പിന്നെന്തിനാ വേറെ ആളുകള്, പിന്നെന്തിനാ വേറെ ശക്തികള്? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. വഇദാ സഅലക ഇബാദി, നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയെ, അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. അതുകൊണ്ട് ചോദിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്യട്ടെ എന്ന് റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെയുള്ള ബോധ്യപ്പെടുത്തുമ്പോ പിന്നെ എന്തിനാ സഹോദരങ്ങളെ റബ്ബല്ലാത്ത വ്യക്തികള്? പിന്നെന്തിനാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ റബ്ബല്ലാത്ത ശക്തികളിലേക്കും വ്യക്തികളിലേക്കും ഖബറുകളിലേക്കുമൊക്കെ അഭയം തേടിക്കൊണ്ട് നമ്മൾ പോകുന്നത്? എന്തിനാണ്? അല്ല നമ്മുടെ കൂടെയില്ലേ, റബ്ബ് നമ്മുടെ കൂടെയില്ലേ? ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലാ ഇലാഹ ഇല്ലല്ലയിൽ പിഴവ് പറ്റാൻ പാടില്ല. സമാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളയിലും നമുക്ക് പിഴവ് പറ്റിക്കൂടാ. എന്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ റസൂലായി സ്വീകരിച്ചു. റസൂലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തി എന്ന് നാവുകൊണ്ട് പറയൽ മാത്രമല്ല, പ്രഖ്യാപിക്കൽ മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്തലാണ്, ജീവിതത്തിൽ ഉൾക്കൊള്ളലാണ്, ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒന്ന് കടന്നു ചെന്നാൽ നമുക്ക് കാണാം. അള്ളാന്റെ ദീന് പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ റസൂലിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. ആ സ്നേഹം എല്ലാത്തിനേക്കാളും ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലിൻ ഇക്തറഫ്തുമൂഹാ വതിജാറതൻ തഖ്ശൗന കസാദഹാ വമസാകിന തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ എന്നിങ്ങനെ ഖുർആൻ തുടർന്ന് പഠിപ്പിക്കുകയാണ്. അല്ല പഠിപ്പിക്കുന്ന വാചകം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമായി മാറേണ്ടത് നിങ്ങളുടെ സ്വന്തത്തിനേക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ ഇണയേക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ കച്ചവടത്തിനേക്കാൾ, എല്ലാത്തിനേക്കാളും നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടണം. നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്
അള്ളാനെയും റസൂലിനെയുമാകുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാത്തിനേക്കാളും ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടം ഏത് രൂപത്തിലാണ്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബിയെ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കൂ. നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നവരെ പഠിപ്പിക്കൂ റസൂലേ. അതായത് റസൂലുള്ളാഹിനെ പിൻപറ്റണം എന്ന് പഠിപ്പിക്കണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം, അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെടണം. സഹോദരങ്ങളെ, ഈ ഒരു മാർഗം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയിലേക്കുള്ള വെളിച്ചം നൽകുന്ന അതേ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിനെ സ്വീകരിക്കേണ്ട രൂപത്തിൽ സ്വീകരിക്കണം. ഇവിടെയും നമുക്ക് തകരാറുകൾ ഉണ്ടാവരുത്, പിഴവുകൾ ഉണ്ടാകരുത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് എന്തെന്ന് കൊണ്ടുവന്നതെന്നോ അതിനെ നിങ്ങൾ സ്വീകരിക്കണേ. എന്തെന്ന് നിങ്ങളിൽ നിന്ന് വിലക്കിയോ അതിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണേ. റസൂല് കൊണ്ടുവന്നത് സ്വീകരിക്കാൻ, അള്ളാന്റെ റസൂല് വിലക്കിയതിനെ ഒഴിവാക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണമെന്നർത്ഥം. പരിശുദ്ധ ഇസ്ലാം, അള്ളാന്റെ ദീന് വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് പഠിപ്പിച്ചല്ലോ. അള്ളാന്റെ ദീനിൽ വ്യക്തമായി ഇതാ ദീൻ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദീൻ ഇവിടെ പൂർത്തിയായി. ഇനി അതിലേക്ക് കൂട്ടാനില്ല, അതിൽ നിന്ന് കുറക്കാനില്ല. ദീന് പരിപൂർണമാണ്. ആ ദീനിലേക്ക് ഇനി കൂട്ടേണ്ട കുറക്കേണ്ട ആവശ്യമില്ല. അതാ സ്വഹാബത്ത് എങ്ങനെ പഠിപ്പിച്ചതെന്നോ ആ രൂപത്തിൽ അങ്ങോട്ട് സ്വീകരിച്ച് പോന്നാ മതി. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങൾ ദീന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകരിക്കണം. അത് സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ. ഖൈറുൽ ഖുറൂനി ഖർനീ ഖൈറുൻ നാസി ഖർനീ, ഉത്തമരായ തലമുറ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്. ഒന്ന് സ്വഹാബത്താണ്, രണ്ട് താബീയങ്ങളാണ്, മൂന്ന് തബോ താബീയങ്ങളാണ്. ഈ മൂന്ന് തലമുറയാണ് അള്ളാന്റെ ദീനിൽ ഖൈറു ഉമ്മത്തെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉമ്മത്ത്. ഈ ഖൈറു ഉമ്മത്തിന് പരിചയമില്ലാത്തൊരു ദീന് ഇസ്ലാമിൽ ദീനല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചല്ലോ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് ഇറങ്ങുമ്പോ ആ ആയത്ത് ഇറങ്ങുന്ന അന്ന് എന്താണോ ദീന് അതാണ് ഇന്നും ദീന്. അന്ന് എന്ത് ദീനല്ലയോ അത് ഇന്നും ദീനല്ല. ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകമാണെങ്കിൽ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഉൾക്കൊള്ളേണ്ട ദീനതാ അള്ളാഹുവിന്റെ ദീന് വ്യക്തമായ നിലക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദീനിലേക്ക് ഇനി കൂട്ടാനും കുറക്കാനുമില്ല. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് പുണ്യകർമ്മത്തിന്റെ പേരിൽ കൂട്ടുന്നവരും കുറക്കുന്നവരും ഒക്കെ നമ്മുടെ നാടുകളിൽ കാണാം. ദീനിലേക്ക് കൂട്ടിച്ചേർത്തവർ ഖൈറു ഉമ്മത്ത്, ഈ സ്വഹാബത്തിന് പരിചയമില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം മതത്തിലേക്കാരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഉണ്ടെന്നാ മാത്രമല്ല, അത് ചെയ്താലും തള്ളേണ്ടതാണെന്നാ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദീന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒന്നും
ദീനായിട്ട് സ്വീകരിക്കാൻ നമുക്ക് വകുപ്പില്ല. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്ന ആക്ഷേപങ്ങളിൽ പല ആക്ഷേപങ്ങളിൽ പെട്ടതാണ് ഈ വിഷയം പറയുമ്പോ. നോക്കൂ നിങ്ങൾ, സ്വലാത്ത്, ഇസ്ലാമിൽ സ്വലാത്തുണ്ടോ? അള്ളാന്റെ ദീനിൽ സ്വലാത്തുണ്ട്. സ്വലാത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. റസൂലുള്ളാന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. റസൂലുള്ളാന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കണം എന്ന് ആയത്തിറങ്ങി. സ്വഹാബത്ത് ചോദിച്ചു റസൂലിനോട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലേ, എന്താണ് നബിയെ, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, സലാം ചൊല്ലേണ്ടത് ഞങ്ങൾക്കറിയാം, സ്വലാത്ത് എങ്ങനെ ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് തുടങ്ങി പോരുന്ന സ്വലാത്ത് അള്ളാന്റെ ദീനിൽ പഠിപ്പിച്ചതാ. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലണം, വർദ്ധിപ്പിക്കണം. അതിന് കൂലിയുണ്ട്. ഒരു സ്വലാത്തിന് 10 പ്രതിഫലമെന്ന് ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് ചൂഷണത്തിന്റെ പേരിൽ കുറെ സ്വലാത്തുകൾ, സ്വലാത്ത് മജ്ലിസ്, അത് ചൂഷണത്തിന്റെ വേദിയാണ്. അള്ളാന്റെ റസൂലോ സഹാബികളോ അങ്ങനെ ഒരു സ്വലാത്തിന്റെ മജ്ലിസിന്റെ വേദി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു സ്വലാത്തിനൊരു മജ്ലിസ് ഉണ്ടാക്കിയ ഒറ്റ സ്വഹാബികള് അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഒരു സ്വഹാബികളോ അള്ളാന്റെ റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. സ്വലാത്ത് മജ്ലിസ്, എന്നിട്ട് കുറെ ആളുകൾ വട്ടത്തിൽ നിന്ന് റമളാനിന്റെ അവസാനത്തെ 10 പോലും ആളുകൾ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കേണ്ട സമയത്ത് പള്ളിയിലേക്ക് വിളിക്കേണ്ട ആളുകൾ നേരെ വിളിക്കുന്നത് പാടത്തേക്കാണ്. പാടത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവിടെ പിരിവാണ്. എവിടെ എന്താ പ്രശ്നം? ഇതൊക്കെ ദീനിലുണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഇസ്ലാം അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും കണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ സഹോദരങ്ങളെ, ഒരു 10-20 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു സ്വലാത്ത് മജ്ലിസ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ? ഇല്ലല്ലോ. സ്വഹാബികൾ പഠിപ്പിച്ചിട്ടുണ്ടോ? താബീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ ആചാരം മതത്തിലേക്ക് കൊണ്ടുവരാൻ, അത് നല്ലതാണെന്ന് തോന്നിയാലും, നമുക്ക് നല്ലതാണെന്ന് തോന്നാം, നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. നല്ലതാവണമെങ്കിൽ അത് ഹദീസിൽ ഉണ്ടാവണം, ആയത്തിൽ ഉണ്ടാവണം, സ്വഹാബത്തിന്റെ പരിചയം ഉണ്ടാവണം, ഖുർആൻ പഠിപ്പിച്ചിരിക്കണം. അവിടെ ഒന്നും ഇല്ലെങ്കിൽ അത് ദീനല്ല. അത് ചൂഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ മാർഗ, ആളുകളുടെ പൈസ പിടിക്കാനുള്ള ഒരു മാർഗമായി കണ്ടെത്തിയതാണെന്ന് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമതി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സ്വന്തമായി നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഖുർആനും ഹദീസും ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സമാനമാണ് ദിക്റുകൾ. ഇസ്ലാമിൽ ദിക്റുണ്ടോ? ദിക്റുണ്ട്, യാതൊരു സംശയമല്ല. നിങ്ങൾ ദിക്ർ വർദ്ധിപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ദിക്ർ നിങ്ങൾക്ക് ഹയാത്ത് നൽകുന്നു, ഉണർവ് നൽകുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ, എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി തന്റെ കണ്ണിമ മൂടുന്നത് വരെ ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും നിറക്കപ്പെട്ട ഒരു ഉമ്മത്താണ് മുസ്ലിം സമൂഹം. എത്ര പ്രാർത്ഥനകൾ, എത്ര ദിക്റുകൾ നമുക്ക് ഹദീസിലുള്ളത് ചൊല്ലാനുണ്ട്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഈ ദിക്റുകളൊക്കെ മറികടന്നിട്ടൊരു ദിക്ർ ഹൽക്ക, ഒരു ദിക്ർ മജ്ലിസ്, സ്വലാത്ത് മജ്ലിസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരം നിർവഹിക്കുന്നതിന്റെ പേരിൽ ഇസ്ലാമിലൊരു ചെലവില്ല. ഒന്നുമെടുത്ത് നിസ്കരിക്കാൻ നമ്മളെ സമയവും നമ്മുടെ ആരോഗ്യവും മനസ്സും അതിലേക്ക് പങ്കെടുപ്പിച്ച്, ശരീരം അതിൽ പങ്കെടുപ്പിച്ച് ഇബാദത്ത് ചെയ്യണം എന്നല്ലാതെ അതിന് പ്രത്യേക ഒരു വരുമാനമുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. നമ്മുടെ നാടുകളിൽ സ്വലാത്ത്, റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലാൻ എന്തെങ്കിലും ചെലവുണ്ടോ? ഇല്ല. ഹദീസിലുള്ള സ്വലാത്ത് നമുക്ക് എപ്പോഴും ചൊല്ലാം, എവിടുന്നും ചൊല്ലാം, ചൊല്ലിക്കൊണ്ടേയിരിക്കുക. യാത്ര വാഹനത്ത് പോകുമ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, അദ്കാറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ മജ്ലിസ് ഉണ്ടാക്കിയാലോ അവിടെ പൈസക്ക് ചെലവാണ്, ബക്കറ്റിക്ക് പൈസ പോണം. ദിക്ർ മജ്ലിസ്, ദിക്ർ ഹൽക്ക ഉണ്ടാക്കിയാലോ അവിടെ ചെലവാണ്. ആർക്കാണ്, എവിടെയാണ് ദീനിൽ ദിക്റിന് പൈസ പറഞ്ഞത്? സ്വലാത്തിന് പൈസ പറഞ്ഞത് എവിടെ? അള്ളാന്റെ ദീനിൽ സഹോദരങ്ങളെ, ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഖുർആൻ പാരായണങ്ങളുടെയും ഒക്കെ പേരിൽ പിന്നാലെ പണം ചൂഷണം ചെയ്യുന്ന ശൈലിയുണ്ട്. അത് ഇസ്ലാമിനോട് യോജിച്ചതല്ല എന്ന് തിരിച്ചറിയാൻ
ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലേ? നമ്മുടെ നാടുകളിലൊക്കെ ദിക്റ് പള്ളിന്റെ ഉള്ളിൽ മൊത്തം മനുഷ്യന്മാർ കൂടിയിട്ട് വലിയ വലിയ ആളുകൾ നിന്ന് ചാടാണ്. ഹാ 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 എന്നിങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ നിന്ന് ചാടുക. ഇതിന്റെ പേര് ദിക്റും സ്വലാത്ത് മജ്ലിസും ദിക്ർ മജ്ലിസുമാണ്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാത്ത ഇത്തരം ശൈലികൾ ഇത് ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് അള്ളാഹുവിന്റെ ദീനിൽ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക. നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയമുള്ളൂ. എല്ലാ മേഖലയിലും നിങ്ങൾ നോക്കൂ, ഒരു കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ ആ മരണ വീട്ടിൽ ഖുർആൻ ഓതുന്ന ശൈലി ഹദീസിലും ആയത്തിലുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഖുർആൻ ഓതൽ തെറ്റാണെന്നല്ല. ഖുർആൻ ഓതലിന് കൂലിണ്ട്. മരിച്ച മയ്യത്തിന് പ്രതിഫലം കിട്ടുമെന്ന് കരുതി മയ്യത്തിന്റെ മുന്നിലിരുന്ന് ഖുർആൻ ഓതിയാൽ അത് മയ്യത്തിന്റെ ഖബറിലേക്ക് എത്തും എന്ന ഒരു തെളിവും ഹദീസിലും ആയത്തിലുമില്ല. സ്വഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, താബീങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, തബൗ താബീങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സ്വഹാബി മരണപ്പെട്ട സമയത്ത് റസൂൽ ഓതുകയോ സ്വഹാബത്തിനോട് ഓതാൻ വേണ്ടി കൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിൽ ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ നാടുകളിൽ അതും ഒരു ചൂഷണത്തിന്റെ മാർഗമായി കുറച്ച് ആളുകൾ ഓതി, അതേ നമ്മുടെ പള്ളി ദർസുകളിൽ ആളുകൾക്ക് ഒന്ന് ഓതുമ്പോ ഉസ്താദുമാരെ ഒന്ന് ഓതിപ്പോയാൽ ഓതുന്നവർക്കൊരു കൈമടക്കുണ്ട്, ഓതിപ്പോകുന്നവർക്കൊരു കൈമടക്കുണ്ട്. ഈ കൈമടക്കാണ് പ്രശ്നം. ഒരു മൗലൂദിന്റെ സദസ്സ് വെച്ചാൽ ആ മൗലൂദ് ചൊല്ലിക്കൊടുക്കാൻ വന്ന ഉസ്താദിനൊരു കൈമടക്കുണ്ട്. ആ മടക്കലാണ് പ്രശ്നം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീന് ഈ രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടാൻ ഇത്തരം ബിദ്അത്തുകൾ കൊണ്ടുവന്നാലേ കഴിയുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടാണ് പലപ്പോഴും ദീനിലില്ലാത്ത പലതും നല്ലതല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരം ശൈലികൾ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിൽ പ്രമാണത്തിൽ ഉള്ളത് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. അള്ളാന്റെ ദീന് പഠിപ്പിക്കാത്ത ഒരു പുണ്യകർമ്മമാണെന്ന് പറഞ്ഞൊരാൾ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ബിദ്അത്ത്. ആ ബിദ്അത്ത് ഒരാൾ ചെയ്താൽ അവന്റെ അവസ്ഥ എന്താ? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത്തരം ബിദ്അത്തിന്റെ വഴികളിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനത്തിന്റെ സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. അതിന് ദീന് പഠിക്കണം. പക്ഷേ ഇന്ന് ദീനിനെ പഠിക്കലല്ല, ഒരാവേശമാണ് എല്ലാത്തിലും. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഈ ഷിയായിസത്തെ പോലെയുള്ള ആശയങ്ങളൊക്കെ പലപ്പോഴും ഒരു റോൾ മോഡലായി സ്വീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പച്ചയായി അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും റസൂലുള്ളാന്റെ സ്വഹാബത്തിനെയും വരെ പച്ചയായി മോശമായ നിലയ്ക്ക് ചിത്രീകരിക്കുന്ന ഷിയാക്കളൊക്കെ പല ആളുകളും ഇന്നിങ്ങനെ വലിയ ആളുകളായി കൊണ്ടു നടക്കുന്നിടത്ത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ചര്യയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാൻ. തൗഹീദുണ്ട് എന്ന് അവകാശപ്പെടുന്നവരിൽ പോലും അതിനൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന, സ്വഹാബത്തിനെ ചീത്ത പറയുന്നവർക്ക് താങ്ങും തണലുമാകുന്ന, അവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീന് ഒരിക്കലും അനുവദിക്കാത്ത അത്തരം മേഖലകൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ വിഭാഗങ്ങൾക്ക് പലപ്പോഴും അതിനെ റോൾ മോഡലായി സ്വീകരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വർദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതൊക്കെ നമ്മളെ ഇൽമിന്റെ കുറവാണ്, അറിവില്ലായ്മയാണ്. പഠിക്കാനും അറിയാനും ആദർശത്തിനെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കാനും നമുക്ക് കഴിയുമ്പോൾ സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങളിലേക്ക് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും, നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരത്തെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, സഹോദരങ്ങളെ, ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ, ഇവിടെ ഓർമ്മപ്പെടുത്തിപ്പോയ വിഷയങ്ങൾ, രണ്ട് സംസാരങ്ങളിൽ പരാമർശിച്ചു പോയ വിഷയങ്ങളൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകൾ ഉദ്ധരിച്ച് മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം, ഇച്ഛക്കനുസരിച്ച്, തന്റെ താല്പര്യത്തിനനുസരിച്ച്, തന്റെ ബുദ്ധിക്കനുസരിച്ച് ഒരു കാര്യവും വിവരിച്ചിട്ടില്ല. ഖുർആൻ എന്ത് പഠിപ്പിച്ചോ, ഹദീസിൽ എന്ത് പഠിപ്പിച്ചോ അതേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, പരലോകം നമുക്ക് നഷ്ടമാകാതിരിക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും
എല്ലാവരോടും ഈ സംസാരം കേൾക്കുന്നവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ജീവിതത്തെ നന്നാക്കാൻ, ശുദ്ധീകരിക്കാൻ നിരന്തരം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ പണിയെടുക്കണം. ഉമ്മമാർ, എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാർ, ഇന്ന് പലപ്പോഴും ഭൗതികമായ ആശകളുടെയും ഇച്ഛകളുടെയും പിന്നാലെ പോയി അള്ളാഹുവിന്റെ ദീന്, അള്ളാന്റെ റസൂല് ഹറാമാക്കിയ പലതിനെയും ഹലാലാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ പലപ്പോഴും, ഇല്ലേ? 5 നേരം നിസ്കരിക്കുന്നവർ പോലും പുരികം പ്ലഗ് ചെയ്ത്, ത്രെഡ് ചെയ്ത്, ലിപ്സ്റ്റിക് പൂശി, ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ട്, മുഖത്ത് പുട്ടിയിട്ട്, അലങ്കാരത്തിന്റെ വസ്ത്രം ധരിച്ച് അങ്ങാടികളിലേക്ക് ഇറങ്ങി നടക്കുന്ന ആളുകൾ ചിന്തിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ. അലങ്കാരം കൂട്ടുന്നത് തെറ്റാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആര് കാണാനത്? ആര് കാണാനാണ്? ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് ആര് കാണാനാ? ഒരു നല്ല മനസ്സുള്ള, നല്ല ചിന്തയുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയ ഒന്നല്ല. മനസ്സിലാകുണ്ടോ? ഉൾക്കൊള്ളാൻ പറ്റിയ ഒന്നല്ല. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, പുരുഷന്മാരോടും സകല നിഷിദ്ധങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക, എല്ലാ ഹറാമുകളെയും ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. കാരണം അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന അത് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയത്, അള്ളാഹുവിന്റെ റസൂല് വിലക്കിയത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പലിശ ഇടപാടുകൾ, ആഖിലുർ റിബാ വ മുകിലഹു വ കാതിബഹു വ ഷാഹിദൈ ഖാലഹും സവാഉൻ. തിന്നുന്നവനും തീറ്റിക്കുന്നവനും, വാങ്ങുന്നവനും കൊടുക്കുന്നവനും, തിന്നുന്നവനും തീറ്റിക്കുന്നവനും, കൈയെഴുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവരും എല്ലാവരും ഒരുപോലെയാണ്. ഇങ്ങനെയുള്ള എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക. നിഷിദ്ധമായ കണ്ണുകൊണ്ട് കാണുന്ന ഹറാമ് കാണുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. എല്ലാ തോന്നിവാസങ്ങളെയും ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. സഹോദരങ്ങളെ, റീൽസിന്റെ പിന്നാലെ പോയി, ഷോർട്സിന്റെ പിന്നാലെ പോയി, തന്റെ കാതുകൾ സംഗീതത്തിന്റെ ലോകത്തും തന്റെ കണ്ണുകൾ ഹറാമിന്റെ കാഴ്ചയിലുമായി മുഴുകുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നന്നാക്കണം, ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞിടത്ത് കണ്ണുകൊണ്ട് ഹറാമ് കാണല്ലേ. അല്ലൈനാനി സിനാഹുമാ അന്നദർ. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അതേ നാവ് കൊണ്ടുള്ള സംസാരമാണ് ഹറാമായത്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, നാവ് കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ കലാം, ഹറാമ് സംസാരിക്കലാണെങ്കിൽ ഇത്തരം ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ എപ്പോഴും സമാധാനത്തിന്റെ മനസ്സോടെ തന്റെ കുടുംബത്തിനെ ചേർത്തുപിടിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. സമാനമാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകളിലെ ശ്രദ്ധ. നമസ്കാരം പോലെ, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളെ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗഫലത്തുണ്ടാവരുത്, അശ്രദ്ധയുണ്ടാവരുത്. വഫാത്തിന്റെ നേരത്ത് പോലും ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയത് അസ്വലാ അസ്വലാ അസ്വലാ. നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്നാണെങ്കിൽ ആ നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ നാളെ പരലോകം നഷ്ടമാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കണം. കച്ചവടം നടത്തുന്നവരോട്, അതേ ടാക്സി ഡ്രൈവർമാരോട്, അന്യന്റെ സമ്പത്തിൽ നിന്ന് 1 രൂപ പോലും അനാവശ്യമായി എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ ജീവിതത്തെ ശ്രദ്ധിക്കണം, തഖ്വ കൈവരിച്ച് ജീവിക്കണം. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നിങ്ങൾ സ്വർഗത്തിലേക്ക് ധൃതിപ്പെട്ടു വന്നോ, അള്ളാന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വന്നോ. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അതേ അർളുഹസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടുവാ. ആർക്കാണ് ആ സ്വർഗം? ഉഇദ്ദത്തിൽ മുത്തഖീൻ. ജീവിതത്തിലുടനീളം അള്ളാനെ ഭയന്നുകൊണ്ട് തഖ്വ കൈവരിച്ച് ജീവിക്കുന്നവർക്കാണ്. ആദർശത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത, അമലുകളുടെ കാര്യത്തിൽ സൂക്ഷ്മത, സഹോദരങ്ങളെ മുആമലാത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത, എല്ലാ കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത, എല്ലാ മേഖലയിലും സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് തഖ്വ കൈവരിച്ചുകൊണ്ട് ജീവിക്കാൻ
എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. അതാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ട്. ആദർശത്തിൽ പിഴവ് പറ്റിയാൽ, തൗഹീദിൽ പിഴവ് പറ്റിയാൽ, സുന്നത്തിന്റെ കാര്യത്തിൽ പിഴവ് പറ്റിയാൽ, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്നിടത്ത് നമുക്ക് തകരാറ് പറ്റിയാൽ നമ്മുടെ പരലോകം നഷ്ടത്തിലാണ്, പരലോകം നഷ്ടത്തിലാണ്. സമാനമാണ് സഹോദരങ്ങളെ, കുടുംബരംഗത്തും തകരാറുകൾ ഉണ്ടാവരുത്. ഭാര്യ തന്റെ ഭർത്താവുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവളാകണം. തന്റെ ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിച്ച്, ഭാര്യയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിച്ച്, ഭാര്യയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിച്ച് ജീവിക്കുന്ന ഒരാളായി മാറുമ്പോഴാണ് കുടുംബരംഗത്ത് സ്വസ്ഥതയുള്ളൂ, സമാധാനമുള്ളൂ. നമ്മുടെ നാടുകളിൽ ലഹരിയുടെ അഗാധ വൃത്തങ്ങളിൽ മുഴുകിക്കിടക്കുന്ന നമ്മുടെ മക്കൾ ഇന്ന് വല്ലാത്ത അപകടങ്ങളിലാണ്. ഹാൻസിന്റെ പിന്നാലെ, പാൻപരാക്കിന്റെ പിന്നാലെ, അതുപോലെയുള്ള ലഹരികളൊക്കെ കടന്ന് ഇന്ന് പ്രിയമുള്ളവരെ അതിനൊക്കെ മറികടന്ന് തന്റെ ശരീരത്തിലേക്ക് മാരകമായ രോഗം സമ്മാനിക്കുന്ന MDMA പോലെയുള്ള ഏറ്റവും മോശപ്പെട്ട രോഗങ്ങളിൽ വരെ, അത്തരം ലഹരി മയക്കുമരുന്നുകളിൽ വരെ നമ്മുടെ മക്കൾ അകപ്പെടുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ അത് ആധികമായി പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് അത് പിടിക്കുന്നൊരു പശ്ചാത്തലം ഇല്ലാതിരിക്കണമെങ്കിൽ മക്കൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് ഏകദൈവ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കണം. യഥാർത്ഥ ദീനിന്റെ വെളിച്ചത്തിലേക്ക് മക്കളെ കൈപിടിച്ചു കൊണ്ടുവരണം. അത് വാപ്പാന്റെ ചുമതലയാണ്, അത് ഉമ്മാന്റെ ചുമതലയാണ്, അത് മഹല്ല് കമ്മിറ്റിയുടെ ചുമതലയാണ്, അത് മഹല്ലിലെ ഉസ്താദന്മാരുടെ ചുമതലയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് നമ്മൾ എല്ലാവരും മുന്നിലുണ്ടാവണം. ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിനുവേണ്ട ഒരുപാട് മാർഗങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയില്ല, നമ്മുടെ പരലോകം നഷ്ടമാകുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മരണം നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. സഹോദരങ്ങളെ, പെരിന്തൽമണ്ണയിലൂടെ യാത്ര ചെയ്ത ഒരു ട്രാവലർ ചെന്ന് പതിച്ചത് നമ്മൾ കേട്ടതാണല്ലോ. 13 ആളുകളെയും ചുമന്ന് അതേ യാത്ര പോകുമ്പോ അവർ വിചാരിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് അവരുടെ ബാഗുകൾ കയ്യിലെടുത്ത്, അവരുടെ സാമഗ്രികളെ എടുത്ത് അവർ ആ വാഹനത്തിലേക്ക് കയറുമ്പോ അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഒരു ട്രാവലറാണ്, ഈ വാഹനത്തിലാണ്, ഈ വാനിലാണ് ഞങ്ങൾ പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ വാനുകളിൽ മയ്യത്തായിട്ടായിരിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നല്ലോ. പ്രിയമുള്ളവരെ, അതറിയാൻ നമുക്ക് സാധ്യമല്ലല്ലോ. എപ്പോഴാണ് മരിക്കുക എന്ന്, എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മൾ ദുർബലരാണ്, നമ്മൾ ഈ ഭൂമിയിൽ ആരുമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, തന്റെ മക്കളുടെ അടുക്കലേക്ക് തിരിച്ചു പോരുന്ന ആ ഒരു യാത്രക്കാരില്ലേ, ഒരു സ്കൂളിലെ അധ്യാപകർ, ഒരു സ്കൂളിലെ ജീവനക്കാർ, അവർ തിരിച്ചു പോരുന്ന വഴിയിലതാ ആ വാഹനം ഇങ്ങനെ 800 അടി താഴ്ചയിലേക്ക് 13ാമത്തെ വളവിൽ നിന്ന് 9ാമത്തെ വളവിലേക്ക് നിലംപതിക്കുമ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിറയെ വേദനകളായിരുന്നു, പേടിയായിരുന്നു. തീർന്നല്ല റബ്ബേ എന്ന ആ ആർത്തനാദങ്ങളായിരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അവരുടെ കരങ്ങളിൽ മുട്ടായികൾ ഉണ്ടായിരുന്നു, അവരുടെ കൈകളിൽ ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു, അവരുടെ കൈകളിൽ മക്കൾക്ക് വേണ്ടി വാങ്ങിവെച്ച കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മ ചെല്ലുമ്പോ കാത്തിരിക്കുന്ന മകളുണ്ടവിടെ, മകനുണ്ടവിടെ. ആ മക്കളുടെ മുന്നിലേക്ക് മയ്യത്തായി കയറി വന്നവരാണെങ്കിൽ നമുക്കും ഒരു യാത്ര പോകാനുണ്ട്, നമുക്കും ഒരു വിട പറയാനുണ്ട്. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നിടത്ത് പാതേയം എന്തുണ്ട്? മരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ, സംശയമില്ലല്ലോ. മരണം ഉറപ്പാണെങ്കിൽ അതേപോലെ പ്രിയമുള്ളവരെ, മരിച്ചു പോയി കഴിഞ്ഞാൽ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോ ഖബറിലേക്ക് മുതൽക്കൂട്ടായി എന്തുണ്ട് സുഹൃത്തേ നിന്റെ കൈകളിൽ? ആദർശത്തിൽ പിഴവില്ല എന്ന് ഉറപ്പുണ്ടോ? തൗഹീദിന്റെ കാര്യത്തിൽ എനിക്ക് പിഴച്ചിട്ടില്ല എന്നുറപ്പുണ്ടോ? സുന്നത്തിന്റെ കാര്യത്തിൽ എനിക്ക് പിഴച്ചിട്ടില്ല എന്നുറപ്പുണ്ടോ? എന്റെ ജീവിതം ഇസ്ലാമിൽ നിന്ന് തെറിച്ച ഷിയാ വിശ്വാസങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ മുഅ്മിനേ?
ചിന്തിച്ചു നോക്കണം, എന്റെ കൈകളിൽ അമലുകളുണ്ടോ, എന്റെ കൈകളിൽ സുഹൃതങ്ങളുണ്ടോ എന്ന ആഴത്തിൽ ചിന്തിക്കണം. മനസ്സ് നിറയെ ആലോചിക്കണം, എന്റെ കുടുംബത്തിനോട് ഞാൻ എന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ, എന്റെ കച്ചവടത്തിന് ഞാൻ സത്യസന്ധത പാലിക്കുന്നുണ്ടോ. എല്ലാ മേഖലകളും ചിന്തിച്ചു വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ. എങ്കിലേ മരണാനന്തരം സമാധാനമാവുകയുള്ളൂ. നാളെ പരലോകത്ത് ഏറ്റവും നല്ല നിർഭയത്വമുള്ള ആ ആദർശം സ്വീകരിച്ചു പോയി സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കേട്ട കാര്യങ്ങൾ സഹോദരങ്ങളെ ദീർഘമായി പഠിക്കണം, മനസ്സിലാക്കണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് CRE എന്നൊരു സംവിധാനമുണ്ട്. 8ാം ക്ലാസ് അതിനുശേഷം മതം പഠനം നിർത്തിയ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള സംരംഭം. ആഴ്ചയിൽ 1 മണിക്കൂർ, ഒരു ദിവസം ആഴ്ചയിൽ 1 ദിവസം 1 മണിക്കൂർ മക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനം അന്വേഷിക്കണം. നിങ്ങൾ ഈ പ്രദേശത്ത് എവിടെയൊക്കെയാണ് സെന്ററുകൾ ഉള്ളത്, എൻ്റെ മക്കൾക്ക് ഈ ആദർശം പഠിപ്പിക്കാൻ, ഈ ദീന് പഠിപ്പിക്കാൻ ഇതൊരു മാർഗം കാണിക്കാൻ നമ്മുടെ മുന്നിൽ വഴിയുണ്ട്. അതേപോലെ നമ്മുടെ വീടുകളിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന പീസ് റേഡിയോ സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദം നമ്മുടെ വീടുകളിൽ മുഴങ്ങാൻ നമ്മുടെ മൊബൈലുകൾ കൊണ്ട് എല്ലാ തോന്നിവാസങ്ങളും കേൾക്കുന്നതിനും കാണുന്നതിനും പകരം നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ പീസ് റേഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ ആ പീസ് റേഡിയോയിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ, ഒരുപാട് അറിവുകൾ, ഒരുപാട് മേഖലകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു വെക്കാൻ, അതുകൊണ്ട് എല്ലാം പഠിക്കാൻ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി നയിക്കുന്ന ഏറ്റവും മനോഹരമായ ഖുർആൻ പഠന സംരംഭങ്ങൾ എത്ര അറിവുകളാണ് നമ്മുടെ മുന്നിലേക്ക് സമ്മാനിക്കുന്നത് ഈ റേഡിയോയിലൂടെ. അതുകൊണ്ട് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യണം സഹോദരങ്ങളെ. അറിയില്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തകരോട് ചോദിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് ദീന് പഠിക്കണം. ഈ പറഞ്ഞ വിഷയത്തിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ അവിടെയുണ്ട്. അതേ, ഇതിന്റെ പ്രദേശത്തുള്ള പള്ളികളും ഇതിന്റെ സെന്ററുകളുള്ളിടത്തൊക്കെ ചെല്ലാനും അന്വേഷിക്കാനൊക്കെ കഴിയണം. വായനശീലമുള്ള ആളുകൾക്ക് നിർപ്പദം എന്ന വാരികയുണ്ട്, അന്വേഷിക്കുന്നവർക്ക് ഇത് ലഭിക്കും ഇൻഷാ അല്ലാ. വായിച്ച് പഠിക്കാൻ പറ്റുന്ന വാരികകൾ, കേൾക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ 1 മിനിറ്റ് വരെ പാഴാക്കി കളയരുതെന്ന് കരുതി 1 മിനിറ്റ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോലും 1 മിനിറ്റ് ടോക്ക് എന്ന പേരിൽ ഒരു സന്ദേശം മനസ്സുകളിലേക്ക് എത്തിക്കുന്ന ആശയങ്ങൾ വരെ നമ്മുടെ മുന്നിൽ നമ്മൾ ഈ ഒരു സംവിധാനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിക്കും. മരണാനന്തരം ഈ ആദർശം അറിയാത്ത ഒരാളും ഉണ്ടാവരുത് എന്ന ലക്ഷ്യം മാത്രമാണ്, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇത്ര നേരം ഈ പ്രോഗ്രാമിൽ ഇവിടെ നിന്ന് സംസാരിച്ചത്. ഇതിനു മുമ്പ് ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തെ നിങ്ങൾ ആ സംസാരത്തിലൂടെ എല്ലാം ഇതേ ഇത്തരം വേദികളിൽ നിന്നൊക്കെ കേൾക്കുന്നത് സഹോദരങ്ങളെ പരലോകം നഷ്ടമാകരുത് എന്ന നിലക്ക് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ നിലക്കും ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൂടെ അണിചേർന്ന് സ്വഹാബത്ത് ജീവിച്ചു പോയ അതേ മാർഗത്തിൽ കണ്ണിചേർന്ന് ജീവിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ അല്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന് സമാധാനമുള്ള ഒരു അന്തരീക്ഷം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന പല ഭരണകൂടങ്ങളും അള്ളാഹു അവരെ പരാജയപ്പെടുത്തുമാറാവട്ടെ. സമാധാനം ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഇതിന്റെ ഭരണം അള്ളാഹു ഏൽപ്പിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് അള്ളാഹുവിന്റെ ദീനിനെ ഈ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് എരിവരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.